ദോശയുടെ ഇഡ്ഡലിയുടെ കൂടെ ചട്നി വേണമല്ലേ? പക്ഷേ ഒരു തേങ്ങയുടെ വില 40 രൂപയാണ്. നടക്കില്ല. എൻ്റെ കയ്യിൽ കുറച്ച് നിലക്കടലയുണ്ട്. അപ്പം അതിനെ കൊണ്ടുപോയി അടിപൊളി ചട്നി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഒരു തടക്കയിൽ, അതായത് നമ്മൾ വറുത്തിടുന്ന കുഞ്ഞു പാത്രമല്ലേ, അതിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ നിലക്കടല ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇവിടെ ഞാൻ കുറച്ച് പുളി എടുത്തിട്ട് പുതിർത്തി വെക്കുന്നുണ്ട്. അപ്പം ഏകദേശം അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായ ശേഷം നമുക്ക് ആ പുളിയോട് കൂടിയിട്ടുള്ള വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് തണിഞ്ഞതിന് ശേഷം നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. കൺസിസ്റ്റൻസി നിങ്ങളുടെ ആവശ്യത്തിന് മാറ്റാം. കുറച്ച് ലൂസ് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇതിന് വറുത്തിടേണ്ട പ്രോസസ്സാണ്. വീണ്ടും തടക്കയിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക്, കായ്മുളക്, അതുപോലെ തന്നെ കരിവേപ്പില ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റിൽ കുറച്ച് കായപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റ് കൂട്ടുന്നതാണ്. അപ്പം നമ്മളെ അടിപൊളി പീനട്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങേൻ്റെ ഉപയോഗമേ വരുന്നില്ല. ദോശ, ഇഡ്ഡലി എല്ലാവരും അടിപൊളി കോമ്പിനേഷനാണ്. ഇന്ന് ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.